കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. വിളിക്കണം എന്നെ വിളിച്ചതായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ പെണ്ണിവിടെ കിടന്ന് എന്തോ കോപ്രായം കാണിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചേണം. പിന്നല്ലാതെ രാത്രി കണ്ട ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോയി ക്യൂ നിന്ന് ഫുഡ് കഴിക്കും. എന്നിട്ട് വെളുപ്പിനെ അതേ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ കൂടെ തേരാ പാരാ നടന്നു ഓടും. ഇതിനെ ഞാൻ പിന്നെ കോപ്രായമല്ല വേറെ എന്തോന്ന് ഞാൻ വിളിക്കണം. ഞാൻ എന്റെ പൊന്നമ്മ ഇത് കോപ്രായമല്ല, എക്സ്കസ് കേസ് അല്ല, വ്യായാമം. അമ്മയ്ക്ക് പ്രായവും വണ്ണവും കൂടുന്നു, വ്യായാമം ചെയ്യണം. പിന്നെ പുറത്തതും വരച്ചതൊന്നും കഴിച്ചേക്ക്. അല്ല, വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കും. എടീ അമ്മ ഇപ്പൊ വണ്ണം വെച്ചതാണല്ലേ നിന്റെ കുഴപ്പം. ഈ അടുക്കളയിൽ കാണുന്നതെല്ലാം വെച്ചുണ്ടാക്കി വരുമ്പോ 2 പൊരിച്ച മീനോ കുറച്ച് ചോറോ കൂടുതൽ തിന്നിരിക്കും. എന്റെ സന്ധ്യ ചേച്ചി നമ്മൾ തിന്നൂലേ നമ്മള് കൂടുതൽ തിന്നിരിക്കും. എടി ഒരു ജീവിതകാലം മൊത്തവും മക്കൾക്ക് വേണ്ടി ജീവിച്ചവര് ഇത്തിരി ഭക്ഷണം കഴിച്ച് വണ്ണം വെച്ച ബോഡി ഷേമിങ് ചെയ്യുന്നോടി. അമ്മേ എന്റെ അമ്മയാ, അല്ലാണ്ട് ദിവ്യം പൊളിയുടെ അമ്മയൊന്നും അല്ല. അമ്മ ഞാൻ ഈ പറയുന്ന അമ്മയൊന്നതിന് വേണ്ട, ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ടങ്ങ് ചെയ്തേ. സ്റ്റെപ്പ് നമ്പർ 1 ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചെയ്യും. പിണിയാൻ പറ്റും, പക്ഷെ നിവരാൻ പറ്റുമെന്ന് എനിക്ക് നീ ചെയ്യണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റൂല. ഞാൻ ചെയ്യണ നീ അങ്ങോട്ട് ചെയ്യണം. അല്ല നീ എന്നെ ഇടും. അല്ലാതെ ഇതുപോലെ നീ എന്നെ ഇട്. ആരെ വിളിക്കുന്നു? എടി മോളെ, ഇതുപോലെയൊക്കെ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. ആരോഗ്യം വേണം. നമ്മൾ എന്തരയണം? നന്നായിട്ട് ആഹാരം കഴിക്കും. എന്തായാലും നമ്മൾ ചാവും. അത് വെറുതെ പട്ടിണിയെടുത്ത് ചാവണോ? എന്റെ കുഞ്ഞു മക്കളെ, ഈ ലോകത്ത് 2 തരം പ്രാർത്ഥനകളുണ്ട്. വണ്ണം കുറഞ്ഞവര് വണ്ണം വയ്ക്കണമെന്നും വണ്ണം ഉള്ളവര് വണ്ണം കുറയണമെന്നും. അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, അമ്മ ഇനി മുതൽ ഡയറ്റിങ്ങിലാണ്. അമ്മ എന്തൊക്കെ കഴിക്കണം തീരുമാനിക്കും. ഒരു ഇൻസ്റ്റാഗ്രാം എവിടെ പോണേ? എനിക്ക് ഈ ഡയലോഗ് കിട്ടുന്നില്ല. ഇൻസ്ട്രക്ടർ വാ. താങ്ക് യു. അയാള് വരും. പറഞ്ഞിരുന്നില്ല, അതിന് മുന്നേ ദേ വരുന്നു. നമസ്കാരം, ഞാൻ ഡേറ്റ് കുട്ടൻ. ഇത് കേരളത്തിൽ ഒരുപാട് പേർക്ക് ഡേറ്റിംഗ് പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രമുഖനാണ്. ഉദാഹരണത്തിന് സഞ്ജു സാംസൺ. അദ്ദേഹം ഇടയ്ക്കെന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, സഞ്ജു നീ ഡയറ്റിംഗ് ചെയ്യണം, ഡയറ്റിംഗ് ചെയ്താൽ നിനക്ക് പല കളികളും ജയിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് കേട്ട് ഡയറ്റ് എടുത്ത സഞ്ജു ഇപ്പൊ ഇന്ത്യ ജയിപ്പിച്ച് ലോകകപ്പ് നേടി. സഞ്ജു സാംസൺ ലോകകപ്പ് നേടിയത് അവിടെ കിടക്കട്ടും. ഇത്രയും വലിയ ലോകം അടിച്ച നീ ആരെന്നാദ്യം പറ. ഞാൻ ഡേറ്റ് കുട്ടൻ, ഡേറ്റിംഗ് ഇൻസ്റ്റാപ്പട്ടർ. അല്ല, ഡേറ്റിംഗ് പറഞ്ഞു കൊടുക്കാൻ വന്ന ആളാ. അല്ല, ആർക്കാണ് ഡേറ്റിംഗ് ചെയ്യേണ്ടത്? അമ്മയ്ക്ക്. കത്തി തീരാറായ വിളക്കിൽ എന്നാത്തിനാ മണ്ണെണ്ണ ഒഴിക്കുന്നേ? വല്യമ്മ അമ്മേരി തടിയൊക്കെ കുറച്ച് ഞാൻ അമ്മയൊരു സ്ലിം ബ്യൂട്ടി ആക്കും. പിന്നെ അമ്മ നാരോടുള്ള ഭക്ഷണം കഴിക്കണം. നീ ഇത് പറഞ്ഞു കേട്ടിട്ടാണ് ഈ പെണ്ണെനിക്ക് ചകിരി പുഴുങ്ങി തരാൻ. അതല്ല, ഫൈബറുള്ള ഭക്ഷണം കഴിക്കണമെന്ന്. അമ്മ മധുരം കട്ട് ചെയ്യണം കേട്ടോ. അയ്യോ, അത് മാത്രം പറയരുതേ. പണ്ട് ഞാൻ മധുരം കട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് 5 കിലോയുടെ കേക്ക് വാങ്ങി 3 നേരം കട്ട് ചെയ്യുന്ന ആളായി ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു വർഷത്തിൽ 2 തവണ പിറന്നാൾ ആഘോഷിക്കും. എന്തിനാ 2 തവണ ബർത്ത്ഡേ ആഘോഷിക്കുന്നേ? കേക്ക് കഴിക്കാൻ. എന്തിനാ ഇത്രയും ഭക്ഷണം കഴിക്കുന്നേ? അയ്യോ എന്റെ പൊന്നു മോനെ, ഈ പെണ്ണ് പറയുന്ന പോലെയൊന്നും ഞാൻ കഴിക്കുന്നില്ല. എന്നും രാത്രി അടുക്കളയൊക്കെ തൂത്തു തുറച്ച് വരുമ്പോഴത്തേക്കും 1 2 തവി ചോറ് ബാക്കി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ആ ചോറ് ബാക്കി വരുത്തണ്ടെന്നും പറഞ്ഞോണ്ട് ഒരു മൺകലം അങ്ങോട്ട് എടുക്കും. എന്നിട്ട് അതിലോട്ട് ഈ ബാക്കി വന്ന ചോറും കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കും. എന്നിട്ട് 2 ചുമന്നുള്ളി 2 കാന്താരിമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞ് അതിലോട്ടിട്ട് കൊടുക്കും. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ചു മാറ്റി വെക്കും. എന്നിട്ട് വെളുപ്പിനെ അത് കഴിക്കാൻ വേണ്ടി ആ മൺകലം അങ്ങോട്ട് എടുത്ത് തുറക്കുമ്പം പഴങ്കഞ്ഞിയുടെ ഒരു മണമുണ്ട്. നേരെ പഴങ്കഞ്ഞി ഒരു പാത്രത്തിലോട്ടൊഴിച്ച് നല്ല കട്ട തൈര് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പഴങ്കഞ്ഞി കട്ട തരുമ്പോൾ നമ്മൾ ഞവിടി കൊടുക്കണം. എന്നിട്ട് കയ്യിലൊരു ഉണക്കമീനും പിടിച്ചത് അത് ഞാൻ അങ്ങോട്ട് കഴിക്കും. പിന്നെ രാവിലത്തെ പുട്ടും പയറും അത് ബാക്കി ഇരിക്കുകയായിരിക്കും. അത് ഞാൻ 11 മണിയാകുമ്പോൾ എടുത്ത് കഴിക്കും. അല്ല, അപ്പൊ പഴങ്കഞ്ഞി കുടിച്ചതോ? അത് ഇന്നലത്തെ പുട്ടുന്നത്തെ ഫ്രഷ് സാധനം. അത് ഞാൻ അങ്ങോട്ട് കഴിക്കും. അതെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അത്യാവശ്യത്തിന് ഫുഡ് ഉണ്ടാക്കിയാ പോരെ? അപ്പൊ എനിക്ക് തിന്നണ്ടേ? അത് ശരി. അമ്മ
വിശക്കുന്ന സമയത്ത് ഒരു 5-6 മുട്ട പുഴുങ്ങണം. എന്നിട്ട് അതിന്റെ മഞ്ഞ മാറ്റി വെച്ചിട്ട് വെള്ളം തിന്നണം. അത് നടക്കൂല. അതെന്ത്? പണ്ട് തന്നെ എബ്രഹാം ലിങ്കൺ വർണ്ണവിവേചനം ഒഴിവാക്കിയതാണ്. അതുകൊണ്ട് തിന്നുന്നെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചങ്ങോട്ട് തിന്നാ മതി. അടിപൊളി. എങ്കിലും കൊതിയാന്ന് പറയരുതേ. എന്നാ ബീഫ് ഒഴിവാക്കണം. ബീഫ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ അല്ലേ? അതെ, ബീഫ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആവത്തില്ല. ബീഫ് കഴിച്ചാൽ കൊളസ്ട്രോൾ ആവും. അപ്പൊ മോനെ മഴക്കാർ മാറാൻ നമ്മൾ എന്നെ ചെയ്യണം? അല്ല, കൊളസ്ട്രോൾ മാറാൻ നമ്മൾ എന്നെ ചെയ്യണം? ഡയറ്റ് ചെയ്യണം, പിന്നെ സിറ്റപ്പ് എടുക്കണം. ഞാൻ സിറ്റപ്പ് കാണിച്ചു തരാം. സ്റ്റാൻഡപ്പ് പറയാനാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെ കൊണ്ട് വിളിച്ചെടുത്തേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ? ഞാൻ ഒറ്റയ്ക്ക് ഇവരുടെ മുന്നിൽ അങ്ങ് പറയത്തില്ലേ? എന്റെ പൊന്നു വെച്ച സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാനല്ല. സ്റ്റാൻഡപ്പ് അറ്റൻഷൻ. സ്റ്റാൻഡപ്പ് അല്ല, സ്റ്റാൻഡറ്റീസ്. അറ്റൻഷൻ. സ്റ്റാൻഡറ്റീസ്. അറ്റൻഷൻ. നീ PT മാഷാദ ഡയറ്റീഷ്യനാ? അത് പിന്നെ എന്റെ പൊന്നമ്മ ഇയാളായി തോക്കോലാത്തിയൊന്നുമില്ല. പിന്നെ ദൈവക്കുണ്ട്. എന്റെ പൊന്നമ്മ ഇതൊരു എക്സർസൈസ് ആണ്, ഇത് ചെയ്യണം. എടേ, എന്നെ കൊണ്ട് ഇത് നടക്കണ കേസല്ലേ, നീ വീട്ടിൽ പോകാൻ നോക്കും. അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഇനി 2 റൗണ്ട് ഓടണം. ഡയറ്റിംഗ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഡയറ്റ് ചെയ്തിട്ട് എന്തോ കാര്യം സാധിക്കാനാ? മണ്ണിരയുടെ ഫിഗർ ചെയ്യാൻ. അതല്ല, കുട്ടിക്ക് ഞാൻ യോഗ പഠിപ്പിച്ചു തരാം. അയ്യേ, ഇത്ര കേട്ടാന്ന് അറിയത്തില്ലല്ലേ? ഭാര്യക്ക് ഞാൻ പറഞ്ഞു തരാം. ആദ്യമേ കുറച്ച് ഇഷ്ടിക വെക്കണം, എന്നിട്ട് വിറക് വെക്കണം, എന്നിട്ട് തീരണം. അതിങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കും. ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലേ? അത് യാഗം, ഇത് യോഗ. എന്റെ ദൈവമേ, ഇതൊക്കെ കേൾക്കാനാണല്ലോ എന്റെ യോഗം. കുട്ടിക്ക് ഇതറിയോ? കാട്ടിലെ രാജാവ് സിംഹ ഇറച്ചിയല്ലേ തിന്നുന്നത്? പിന്നെ എന്തുകൊണ്ട് സിംഹത്തിന് കൊളസ്ട്രോൾ വരാത്തെ? സിംഹ യോഗ ചെയ്യുന്നുണ്ട്. യോഗ ചെയ്തെന്നാ എന്തൊക്കെയാണ് ഈ പറയുന്നേ? കൊച്ചു കേട്ടിട്ടില്ലേ? സിംഹാസനം. യോഗയിൽ മൊത്തം വാസരങ്ങളല്ലേ? ഇനി അമ്മയെ കൊണ്ട് ഓടാൻ വയ്യടാ. ഇനി എന്നെ കൊണ്ട് ഓടാൻ പറ്റൂല. എന്നെ കൊണ്ട് ഓടാൻ പറ്റൂല. എന്നെ കൊണ്ട്. എന്റെ പൊന്നമ്മ, ഇയാള് പറയുന്നതായിട്ട് മര്യാദക്ക് ചെയ്തോണം. പെണ്ണ നിന്നെ ഞാൻ കൊടുക്കാതെ ഇത്തിരിയല്ലേ ഉള്ളൂ. ഇവിടെ വല്ല കോഴിക്കുട്ടിലും കൊണ്ടിട്ട് ഒറ്റ കൊത്തിന് കോഴി തീർത്തോളൂ. അതെ, എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മ നിങ്ങൾക്ക് എന്നെ തന്നു വിടത്തില്ല. എങ്ങനെ? കോഴിക്ക് തന്നു വിടത്തില്ല. അമ്മയ്ക്ക് ക്ഷീണം തോന്നുന്നുണ്ടാ? ഉണ്ട് മോനെ, ഉണ്ട്. അങ്ങനെ ഓടി ഓടി ക്ഷീണിക്കണം, മനസ്സിലായോ? ഇനി പറ, തടിയുള്ളവർ എന്ത് ചെയ്യണം? തടിയുള്ളവർ എന്റെ റബ്ബർ വെച്ചിട്ട് കട്ടിലോ അലമാരിയോ പണിതിടും. പിന്നെ മറ്റു പല സാധനങ്ങളും. എന്താ നല്ലതാ, നല്ല സാധനം. താങ്ക് യു. അതെ, എനിക്ക് കുറച്ച് ബ്രേക്ക് എടുക്കണം. എനിക്കൊന്ന് ലഞ്ചിന് സമയമായി കേട്ടോ. അയ്യോ, വിശക്കുമ്പോ ബെഞ്ചാണോ തിന്നുന്നത്? കിറ്റ് തീരാറായി. എന്നിട്ട് ഈ കൗണ്ടർ പറയാൻ കാണിച്ച മനസ്സേ സമ്മതിക്കണം. അതല്ല, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമായെന്നേ. കഴിച്ചോ. അതെ, ഞാനൊന്ന് ബാഗിൽ നിന്ന് ഭക്ഷണം എടുക്കട്ടെ. എല്ലാം കൊണ്ടുവരുമല്ലേ? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശന്നോണ്ടിരിക്കും. അയ്യോ, ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടാ? ആര് പറഞ്ഞു? എനിക്ക് തന്നെ കൊണ്ടുവന്നതാ. അല്ല, ഇത്രയും ഭക്ഷണം ഒറ്റയ്ക്ക്? അല്ല, ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറയാനല്ലേ പറ്റത്തുള്ളൂ, പ്രാവർത്തികമാക്കാൻ പറ്റത്തില്ലല്ലോ. അമ്മേ, ബാക്കിയുള്ള പഴങ്കഞ്ഞി ഒന്ന് തരുമോ? അത് കാണുമായിരിക്കും അല്ലേ? എന്തിന്? ഇത് നിന്ന് കഴിഞ്ഞിട്ട് കഴിക്കാനാ. കൊതിയായിട്ട് വയ്യ. അയ്യേ,